എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊറിയൻ സ്ട്രീറ്റ് ഫുഡാണ്. ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ട്വിസ്റ്റഡ് ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബ്രെഡ് സ്റ്റിക്ക് ഡോണറ്റ്സ് എന്ന് പറയും. ഇതൊരു ചൂയി ഡോണറ്റ്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ഡോണറ്റ്സ് ഞാൻ 1 കപ്പ് മൈദയുടെ അളവിലുള്ള ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഉപ്പും മൈദയും കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ആദ്യം തന്നെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ മൈദയിലേക്ക് ചേർക്കണം. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ പതിപ്പിച്ച് വെച്ച മുട്ടയിൽ നിന്ന് പകുതി മുട്ട ചേർത്താൽ മതി, ഒരു ഫുൾ മുട്ട ചേർക്കണ്ട. പിന്നീട് കുറച്ച് പാല്, ചെറിയ ചൂടുള്ള പാലാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നീട് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ ആ പാല്, ചെറിയ ചൂടുള്ള പാല് കുറച്ചായിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് മിക്സ് ചെയ്യുക. ഒത്തിരി ഒഴിക്കേണ്ട, അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ കണക്കിൽ ഒഴിച്ചാൽ മതി. ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ കുഴയ്ക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്, റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒരു 5 മിനിറ്റ് നല്ലതുപോലെ കുഴയ്ക്കണം. ഇപ്പോൾ ബട്ടർ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ കുറച്ച് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കറക്റ്റായിട്ട് വരും. പിന്നീട് വേറെ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മാവ് കിട്ടും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ ആ മാവ് കുഴച്ച സെയിം ബൗളിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കണം. പിന്നീട് ആ മാവിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ തേച്ചിക്കുക. നല്ലതുപോലെ കവർ ചെയ്ത് 1 മണിക്കൂർ വയ്ക്കണം. ഇപ്പോൾ 1 മണിക്കൂർ ശേഷം അത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനി മാവ് പതിയെ നമുക്ക് ബൗളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി മാവിനെ നമുക്ക് നീളത്തിലൊന്ന് ഉരുട്ടി ഇങ്ങനെ എടുക്കണം. ഈ മാവിൽ നിന്ന് ഒരു 6 ഡോണറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 6 ആയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് പൊങ്ങാനായിട്ട് വയ്ക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് അത് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. നീളത്തിൽ ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗത്ത് കുറച്ച് കനം കുറച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അവിടെ അത്ര തിക്ക് വേണ്ട. എന്നിട്ട് നമ്മൾ 2 സൈഡിലും കൈ വെച്ചിട്ട് ഒരു സൈഡിലെ കൈ ഫ്രണ്ടിലോട്ടും മറ്റേ സൈഡിലെ കൈ ബാക്കിലോട്ടും ആയിട്ട് നമ്മളൊന്ന് പിരിച്ചെടുക്കണം അതിന്.
നല്ലതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. രണ്ടറ്റത്തും കൈ വെച്ചിട്ട് വേണം ഇങ്ങനെ ചുരുട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം രണ്ടറ്റവും കൂടി ഒന്നിച്ച് കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും. അതിങ്ങനെ ഒന്നും കൂടിയിട്ട് ചുരുട്ടി വയ്ക്കുക. അതിൻ്റെ അറ്റഭാഗം നല്ലതുപോലെ ഒട്ടിക്കുക. ഇതും പൊങ്ങാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് നല്ലതുപോലെ പൊങ്ങും. അപ്പോൾ പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ ട്വിസ്റ്റഡ് ഡോണറ്റ്സ് ഒന്ന് പതിയെ മറിച്ചിടണം. ആ മറിച്ചിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് നല്ല ഉരുണ്ട ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മറിച്ചിട്ട് രണ്ടാമത് ഒന്നും കൂടെ പൊങ്ങാനായിട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കൂടെ. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര പൊടിയിലേക്ക് കുറച്ച് നമ്മുടെ സിനമൺ പൗഡറാണ്, കറുവപ്പട്ടയുടെ പൊടി. അതൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് നോക്കുക ആദ്യം തന്നെ. ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആ സിനമൺ പൗഡർ ചേർത്താൽ മതി. പിന്നീട് ഇവിടെ ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്കതിൽ വറുത്തെടുക്കാം ഡോണറ്റ്സ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറക്കാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി തീയ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മറിച്ചിടണം. 2 മിനിറ്റിൽ 2 മിനിറ്റ് 3 മിനിറ്റ് മതി ഇത് നല്ലതുപോലെ കുക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നല്ലൊരു കളർ വരുമ്പോൾ അത് മറിച്ചിടുക. പിന്നീട് അത് വീണ്ടും അത് ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് വറുത്തെടുക്കുക. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത ശേഷം ചൂടോടുകൂടി തന്നെ ആ ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര പൊടി, പഞ്ചസാര സിനമൺ പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു അരിപ്പയെ കൂടി ഇട്ട് കഴിയുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ സ്പ്രെഡായി കിട്ടും. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ച് 2 സൈഡിലും ആ പഞ്ചസാര പൊടി ഇടണം.